ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബീറ്റ്സ് ടി വി. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് എടുക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് നമ്മളുടെ കല്യാണം കഴിയാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇതുപോലെ തന്നെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇൻബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അവരുടെ സ്കിൻ കെയർ, അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് കല്യാണത്തിന് മുമ്പെന്ന് വെച്ചാൽ ഒരു 3 months ടൈമിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു 1 month മുമ്പെങ്കിലും നന്നായിട്ട് സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഗ്ലോ ആയിട്ട് നമ്മുടെ സ്കിൻ ഇരിക്കും, നല്ല അടിപൊളിയായിട്ട് തിളങ്ങാം. അപ്പോൾ 3 മാസം പോലെങ്കിലും തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ടൈം ഇല്ലെന്ന് ചോദിച്ചിട്ട് ടെൻഷൻ ആവുന്നു വേണ്ട. അപ്പോൾ നിങ്ങൾ ഒരു 1 month ഉണ്ടെങ്കിൽ ആ ടൈം നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കല്യാണത്തിന് തിളങ്ങാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് പാക്കാണ്. ആ ഫേസ് പാക്ക് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രൈ ടു നോർമൽ സ്കിന്നിന് പറ്റുന്ന ഫേസ് പാക്കാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നിങ്ങളാണ് ആവശ്യമുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാൻഡൽവുഡ് പൗഡറാണ്. അത് നമുക്ക് എല്ലാ ഷോപ്പിലും, മിക്ക ഷോപ്പിലും അവൈലബിൾ ആണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഇത് വാങ്ങിക്കാം. അപ്പോൾ നല്ല ശുദ്ധമായത് വാങ്ങിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്. അതുകൂടാണ്ട് നമുക്ക് വേണ്ടത് തക്കാളി, അതൊരു പകുതി തക്കാളി മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് മിൽക്ക് പൗഡറാണ്. അതുകൂടാണ്ട് നമുക്കൊരു അരമുറി നാരങ്ങ വേണം. അതിനോടൊപ്പം ഹണി, 1 സ്പൂൺ ഹണി നമുക്ക് വേണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്കിനി നമ്മളുടെ പൗഡർ എല്ലാം കൂടെ ഒരുമിച്ചാക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് നാരങ്ങയും കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴുകി ചേർക്കാം. അത് അരമുറി നാരങ്ങയുടെ മതി കേട്ടോ. അതിലേക്ക് നമുക്ക് ഒന്ന് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ചേർത്തും മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ് വാട്ടറാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കില്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്തിട്ട് നമുക്കിത് കലക്കിയെടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് തക്കാളി അരച്ച് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് അകത്തുള്ളത് ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി. ഞാനിപ്പോൾ അങ്ങനെ ചേർക്കുള്ളൂ. നന്നായിട്ട് ഈ അരമുറി നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക്, അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ സ്കിൻ കെയറിൽ ഇത് ഡെയിലി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ സ്കിന്ന് തിളങ്ങുന്നതിന് സഹായിക്കും. അപ്പോൾ ഇത് ഡെയിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഇടവിട്ട ദിവസങ്ങളിലെങ്കിലും നിങ്ങളിത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ ഒരു ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഫേസ് പാക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ആവശ്യം നോക്കാം. നമ്മൾ ഇതും ചെയ്യുന്നത് നമ്മളുടെ സാൻഡൽവുഡ് പൗഡർ ഉപയോഗിച്ചിട്ടാണ്. നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സാൻഡൽവുഡ് പൗഡറാണ്. അപ്പോൾ അതിലേക്ക് 1 സ്പൂൺ സാൻഡൽവുഡ് പൗഡറാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അത് നേരത്തെ പറഞ്ഞ പോലെ ശുദ്ധമായ, നമുക്ക് ഏറ്റവും നല്ല ശുദ്ധമായ നോക്കണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ വേണ്ടത് നേരത്തെ എടുത്ത പോലെ ടൊമാറ്റോ ആണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് തൈരാണ്. നല്ല കട്ട തൈരാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുറച്ച് പുളിപ്പുള്ള ഇത്തിരി നല്ല കട്ട തൈര് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കുക. അത് 1 സ്പൂൺ മതിയാവും. നമ്മൾ നേരത്തെ പാൽപ്പൊടി എടുത്ത് ഇവിടെ നമ്മൾ തൈരാണ് യൂസ് ചെയ്യണം ഓയിലി സ്കിന്നിന്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരമുറി നാരങ്ങ, പിന്നെ നമുക്ക് വേണ്ടത് ഹണി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യണത്. അതുകൂടാണ്ട് നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ടീ ട്രീ ഓയിൽ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2 drops ഇതിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിമ്പിൾസ് ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ടീ ട്രീ ഓയിൽ. അപ്പോൾ അത് ഒരു ചെറിയ ബോട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാക്ക് ഉപയോഗിക്കുമ്പോൾ 2 drops അതിലോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ പിമ്പിൾസും ആഗ്നിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു തക്കാളി അരച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒരുമിച്ചിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം നല്ല ഫൈനായിട്ടുള്ള നല്ല പേസ്റ്റായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. റോസ് വാട്ടർ ഉപയോഗിച്ചോ വെള്ളം ഉപയോഗിച്ചോ നമുക്ക് ഇത് മിക്സ് ചെയ്യാം. തൈര് നമ്മൾ ചേർക്കുന്ന സമയത്ത് ഒന്നും കൂടി നന്നായിട്ട് ലൂസാവും. വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒത്തിരി അങ്ങോട്ട് വെള്ളം പോലെ ആവണ്ട. എന്നാലും നമ്മൾ ചെറിയൊരു തിക്നെസ്സിൽ, എന്നാൽ ഒത്തിരി വെള്ളം ഇല്ലാണ്ട് ഒരു പരുവത്തിലാക്കി എടുക്കുക. ഇനി നമുക്കത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. സ്കിന്നിൽ നമ്മൾ ഫൗണ്ടേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ക്രീം അല്ലെങ്കിൽ മറ്റൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. അതിന് ശേഷം നമ്മൾ സ്കിന്നിൽ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കുക. കണ്ണിൻ്റെ താഴെ ഇടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയുക. ഡ്രൈ ആവാനായിട്ട് അനുവദിക്കേണ്ട. അപ്പോൾ ഇത് നമ്മളുടെ ഫേസിൽ, നമ്മളുടെ ചെവിയിൽ, കഴുത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ കയ്യിൽ വേണമെങ്കിൽ ഇടാം, നമ്മുടെ കാലിലിടാം, ഒരു പ്രശ്നവും ഇല്ല. ഏറ്റവും നല്ലതാണിത്.
അപ്പോൾ നന്നായിട്ട് ഞാനിപ്പം ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയതാണ് ഞാനിവിടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത്. നോർമൽ ടു ഡ്രൈ സ്കിന്നിലുള്ളതാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഒരുപാട് കട്ടിയിലാവണമെന്നില്ല. അതിനുശേഷം കഴുത്തിലും നമ്മൾ ഏതെങ്കിലും പാർട്സ് മിസ്സാവരുത്. നമ്മൾ ചെവിയിൽ മിസ്സാവരുത്. മിക്കവാറും ചെവിയിലിടാൻ മറന്നു പോകരുത്. കാണയിൽ 2 കളറായിട്ട് ഇരിക്കും. അപ്പോൾ ചെവിയിൽ ഇടുക. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ 20 മിനിറ്റ് വെക്കാം. ജസ്റ്റ് ഒരു റോസ് വാട്ടർ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഒരുപാട് ടൈം വെച്ചുകൊണ്ടിരിക്കേണ്ട. ആ സമയത്ത് നമ്മൾ മാക്സിമം വർത്താനം പറയാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് 20 മിനിറ്റ് കഴിഞ്ഞ് 5 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ടിത് തുടച്ച് മാറ്റാം. നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു കോട്ടൺ തുണി എന്തെങ്കിലും തുണി ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ തുടച്ച് മാറ്റാൻ ഏറ്റവും നല്ലത്. അപ്പോൾ സ്കിന്നിൽ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഫുൾ ബോഡി നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രബ് ഉണ്ടാക്കാം. അതിനിട്ട് നമുക്ക് ഇത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കടലമാവും ഷുഗറും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്. ഇത്രയും മതി നമുക്ക്. ഇത് നമ്മൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്താൽ മതി. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം പിന്നെ വെക്കണ്ട. നമ്മളുടെ ഷുഗർ അതിൽ അലിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഫുൾ ബോഡിയാണ് ചെയ്യണേ. ഫുൾ ബോഡി ചെയ്യാൻ ആവശ്യമുള്ളത്ര നമ്മൾ അളവിലെടുക്കുക. ഒരു 5 സ്പൂൺ ഗ്രാം ഫ്ലോറും ഒരു 2 സ്പൂൺ പഞ്ചസാരയും ആണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത്. അതുപോലെ 1 സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഫുൾ ബോഡിയിൽ റൗണ്ട് മസാജ് കൊടുത്തിട്ട് ഫുള്ളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ബോഡി പോളിഷ് ചെയ്യാനായിട്ടും ഇത് സഹായിക്കും. നന്നായിട്ട് റൗണ്ട് മസാജ് കൊടുത്താൽ മതി. നമ്മുടെ കൈ, കാല്, അതുപോലെ നമ്മുടെ ശരീരം മൊത്തം നന്നായിട്ട് മസാജിന് ശേഷം ഒരു 3 മിനിറ്റ് മുതൽ ഒരു 5-6 മിനിറ്റ് വരെ മതിയാവും. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് കുളിക്കുക. അങ്ങനെ ആഴ്ചയിൽ 1-2 പ്രാവശ്യമെങ്കിലും, മിനിമം 1 പ്രാവശ്യമെങ്കിലും ചെയ്യാം. 1-2 പ്രാവശ്യം നമ്മൾ കുളിക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബോഡിക്കും വളരെ നല്ലതാണ്. അപ്പോൾ ഫുൾ ബോഡി നമ്മളുടെ മിനുക്കിയെടുക്കാനായിട്ടും ഇത് നമ്മളെ സഹായിക്കും. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കിടന്ന് ഉറങ്ങുക. 8 മണിക്കൂർ നന്നായിട്ട് കിടന്ന് ഉറങ്ങുക. ഇപ്പോൾ രാത്രിയിലൊക്കെയാണ് നമ്മൾ നൈറ്റിലൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പതിയെ നമ്മൾ 8 മണിക്കൂർ കണക്കാക്കി വേണം എന്തായാലും. കാരണം വെച്ചാൽ നമ്മൾ ഏറ്റവും നമ്മളുടെ ജീവിതത്തിൽ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ആണുങ്ങളുടെ ജീവിതത്തിലാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും ഒരു സുവർണ്ണ ഒരു നിമിഷം എന്ന് പറയുന്നതാണ് നമ്മളുടെ കല്യാണം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കവും നല്ല അടിപൊളിയായിട്ട് മിന്നി തിളങ്ങണമെങ്കിൽ നമുക്ക് നല്ല ഉറക്കം ആവശ്യമാണ്. അപ്പം 7 മുതൽ 8 മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. പകലും രാത്രിയായിട്ടല്ല, രാത്രിയിൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മളുടെ കണ്ണിൽ തൂങ്ങുക അല്ലെങ്കിൽ വീക്കം ഉണ്ടാവുക, കറുപ്പ് കളറൊക്കെ മാറിക്കോളും. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. നന്നായിട്ട് അത് 20 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ മിനിമം വെച്ച് കുടിക്കാമെന്ന് പറയുക. ഒരു 3 ലിറ്ററെങ്കിലും നമ്മൾ 2 മുതൽ 3 ലിറ്റർ വെള്ളം വരെയെങ്കിലും നമ്മൾ കുടിക്കുക. അത് ജ്യൂസായിട്ട് നമുക്ക് കുടിക്കാം. ജ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് തിളങ്ങാനായിട്ട്. അതുപോലെ മാതള നാരങ്ങ, ബീട്രൂട്ട് ജ്യൂസ്, ഇതൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അതുപോലെ ഫ്രൂട്ട്സും ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. ക്യാരറ്റ് ജ്യൂസ് നന്നായിട്ട് നമ്മൾ അരച്ച് നല്ലതായിട്ട് അടുപ്പിച്ച് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഗ്ലോ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ക്യാരറ്റൊക്കെ നമ്മൾ ഡെയിലി വൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ് നമ്മുടെ സ്കിന്ന് നല്ല ഫ്രഷും ഗ്ലോ ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുന്ന ഫ്രൂട്ട്സാണ്. അതുപോലെ നമ്മളുടെ വെള്ളവും ധാരാളം കുടിക്കുക. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നൈറ്റ് കെയർ സ്കിൻ കെയർ റൂട്ടീനാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി CTM നമ്മൾ ചെയ്തിരിക്കുക. അതായത് ക്ലെൻസ് ചെയ്യുക, പിന്നെ ടോൺ ചെയ്യുക, മോയ്സ്ചറൈസിങ് നമ്മളുടെ സ്കിന്നിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ രാത്രിയിൽ നമ്മൾ എന്തായാലും CTM ചെയ്തതിന് ശേഷം ഉറങ്ങാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ള ആൾക്കാർ മറ്റൊരു വീഡിയോയുടെ ലിങ്ക് താഴെ ഇടാം. അതിൽ CTMനെ കുറിച്ചും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതും ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് ആണ് നമ്മളുടെ ഹെയർ കെയർ. ഹെയറിൽ നമ്മൾ മാസത്തിൽ 1-2 വട്ടമെങ്കിലും എണ്ണയെങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു ഹെയർ മാസ്ക് ഇടുക. ഡെയിലി നമ്മൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഓയിൽ ചൂടാക്കിയിട്ട് നമ്മൾ തലയിൽ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വെച്ചാൽ മതി. ഒരുപാട് സമയം വെച്ചിരിക്കേണ്ട. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഹെയറിന് നല്ലതാണ്. അതുപോലെ നമുക്ക് നല്ലോണം ഡെയിലി എണ്ണ വെച്ച് കുളിച്ചാൽ നല്ല ഉറക്കവും കിട്ടും. ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഡെയിലി പറ്റുന്നു വരില്ല. പക്ഷേ ആഴ്ചയിൽ 1-2 വട്ടമെങ്കിലും അങ്ങനെ കുളിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ ഹെയർ കെയർ ഒക്കെ നന്നായിട്ട് ചെയ്യുക.
അതോടൊപ്പം തന്നെ നമ്മൾ വിട്ടു പോകുന്നതാണ് നമ്മുടെ കാലിൻ്റെ സംരക്ഷണം. എപ്പോഴും ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കും ചിലരുടെ കാലൊക്കെ. അപ്പോൾ അതുകൊണ്ട് കാലിൻ്റെ ഒരു പാക്ക് തന്നെ നമ്മൾ കാലിടുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്ക്രബ് ഉണ്ടല്ലോ, നമ്മുടെ കാലിലൊക്കെ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും. അതോടൊപ്പം തന്നെ അത് ഞാനൊരു ലിങ്ക് ഇടാം, ഇതിൻ്റെ കൂടെ നമ്മൾ കാലിടാൻ പറ്റുന്ന പാക്കിനെ കുറിച്ച് ഞാൻ ഇതിലിടാം കേട്ടോ. ഇതോടൊപ്പം ഡിസ്ക്രിപ്ഷനും തീർച്ചയായിട്ടും മറക്കാതെ നോക്കണം കേട്ടോ. അതുപോലെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രൈവറ്റ് പാർട്സ് എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. കല്യാണം കഴിക്കുന്ന കുട്ടികൾ മാത്രമല്ല എല്ലാ എപ്പോഴും ഹൈജീനായിട്ട് സൂക്ഷിക്കേണ്ട ഒന്നാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്സ്. അപ്പോൾ അതുപോലെ പീരീഡ്സ് സമയത്താണെങ്കിലും അതുപോലെ വിവാഹത്തിന് മുമ്പാണെന്നുണ്ടെങ്കിലും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. സോപ്പൊന്നും ആ ഭാഗങ്ങളിൽ ഉപയോഗിക്കാണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മളുടെ വജനൽ പാർട്സ് ആ ഏരിയയിലൊന്നും സോപ്പ് ഉപയോഗിക്കാണ്ടിരിക്കുക. വിവാഷ് പോലുള്ള പ്രൊഡക്ട്സ് മാത്രം നമ്മളുടെ ആ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. എപ്പോഴും ഷേവൊക്കെ ചെയ്ത് നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ അണ്ടർവെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും എപ്പോഴും ഡെറ്റോളിലൊക്കെ കഴുകിയതും നല്ല വൃത്തിയുള്ളതും നന്നായിട്ട് വെയിലത്തൊക്കെ ഉണക്കിയെടുത്ത് വൃത്തിയുള്ള ഡ്രസ്സുകൾ മാത്രം നമ്മൾ ഇടാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് കമൻസ് ഇട്ടതാണ് നമ്മളുടെ ആ ഏരിയയിലൊക്കെയുള്ള ബ്ലാക്ക് കളറൊക്കെ എന്ത് ചെയ്യും ചോദിച്ചിട്ട്. നമുക്കിപ്പോൾ ഒരുപാട് കെമിക്കലായിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്ക് ഒന്നും നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ കുക്കുംബർ നല്ലതാണ്. കുക്കുംബർ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം ആ ജ്യൂസ് എടുക്കുക. അതിലേക്ക് നമ്മൾ കറ്റാർവാഴയുടെ ജെല്ല് എടുത്തിട്ട് നമ്മൾ പതഞ്ജലിയുടെ ആണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് ആ ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ നേരം വെച്ചാൽ മതി. അതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും കല്യാണത്തിന് ഒരുങ്ങുന്ന കുട്ടികൾക്കൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട് ക്ഷമിക്കണം കേട്ടോ. കാരണം എല്ലാവരെയും കൂടി എനിക്ക് പറയാനും പറ്റില്ല, ഞാൻ മറന്നും പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. മഫ്ന ജംസിന് വെരി ഹായ് ട്ടോ. പിന്നെ അതുകൂടാണ്ട് ഷഹിനിയുടെ മോൻ അല്ലമീന് 1000 ബർത്ത്ഡേ വിഷസ് കൂടെ ചേച്ചിയുടെ വക പറയുന്നു. അതുകൂടാണ്ട് രേഷ്മ സുഭാഷ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബിഗ് ഹായ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമാന വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.